ഞാൻ ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാനും എൻ്റെ ചേട്ടനും 1.5 വർഷം കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്ട്രഗിൾ ചെയ്തൊരു സക്സസ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. സക്സസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചൊരു സംഭവം, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായിരുന്നാലും കുറച്ച് പാടുപെട്ടിട്ടായിരുന്നു നമുക്കത് എത്തി. അതിൽ ദൈവങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ എല്ലാ ദൈവത്തിനോടും ഒരുപോലെ നന്ദി പറയണം കേട്ടോ. ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയല്ലേ. അപ്പോൾ നമ്മുടെ കുണ്ടമൻ ഭാഗം ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെ നടയിലെ ഉത്സവത്തിന് മുന്നേ എൻ്റെ ആഗ്രഹം സഫലമാക്കി തരണേ എന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ അമ്മയുടെ അവിടെ ഉത്സവം നടക്കുന്നു, അന്ന് തന്നെ എൻ്റെ ആഗ്രഹം സഫലമായത്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നേരത്തെ ഒരു ആഹാരത്തിൻ്റെ ചെറിയൊരു പങ്ക് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ അന്നദാനത്തിൻ്റെ ഞങ്ങളുടെ വകയും വേറൊരാളുടെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഇങ്ങനെ ആഹാരം കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ അത്ര സന്തോഷത്തിലായിരുന്നു. നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അമ്മയ്ക്ക് ആദ്യം നേദിക്കാൻ വെച്ചിട്ട് നമ്മൾ തന്നെ കുത്തിയോട്ടത്തിന് നിൽക്കുന്ന മക്കളുണ്ട്, അവർക്ക് ആദ്യം ആഹാരം കൊടുക്കണം. ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല എങ്കിലും നമ്മൾ നന്നായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അനുഗ്രഹമായിട്ട് പോസിറ്റീവ് എനർജിയായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ആഹാരം വാങ്ങി, എനിക്ക് 2 പേർക്കുള്ള ഫുഡ് വാങ്ങിക്കൊണ്ട് വരണമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡ് വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. എൻ്റെ ചേട്ടൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, പുറത്തോട്ട് പോയിരിക്കുന്നു. ചേട്ടനും വന്നു, എൻ്റെ അമ്മ വന്നു, എല്ലാവരും അടുത്തുള്ള ചേച്ചിയൊക്കെ ആയിട്ട് നമ്മൾ രണ്ടാമത് ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല വെയിലുമായിരുന്നു. അമ്പാടി ആകെ തളർന്ന് പിണങ്ങിയൊക്കെ ഇരിക്കണം കേട്ടോ. നമ്മൾ നേരെ പോയി ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അമ്മാമ്മ അവന് തോക്കൊക്കെ വാങ്ങിക്കൊടുത്തു. എപ്പോഴുള്ള സ്ഥിരം പരിപാടിയാണ് കേട്ടോ അമ്മാമ്മമാർ പിള്ളേരെ കാണുമ്പോൾ ഈ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കൂല. അത് പോട്ടെ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.